പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കപ്പൽ യാത്ര വളരെ റിസ്ക് ഉള്ള ഒന്നാണ്. പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് വില്ലൻ. ഇപ്പോൾ വലിയ മഴ, കനത്ത മഴ, അതേപോലെ തന്നെ കൊടുങ്കാറ്റ്, രാക്ഷസ തിരമാലകൾ, ഈ സമയത്തൊക്കെ സാധാരണഗതിയിൽ കപ്പൽ എവിടെയെങ്കിലും നങ്കൂരമിട്ട് കിടക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ യാത്ര തുടരുകയുള്ളൂ. അപ്പം എൻജിൻ ഓഫ് ചെയ്യില്ല. എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതിയൊക്കെ പോകുമല്ലോ. പക്ഷേ ചിലപ്പോൾ എൻജിൻ തകരാറ് കൊണ്ട് ഓഫായി പോകും. അങ്ങനെയാണോ 1979 നമ്മുടെ കൈരളി എന്ന് പറയുന്ന കപ്പൽ, കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന് പറയുന്ന കപ്പൽ കാണാതായത് എന്നറിയില്ല. കാരണം തുടക്കത്തിൽ തന്നെ അതിന് എന്തൊക്കെയോ തകരാറുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് വരെ അതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല. അപ്പോൾ നമുക്കറിയാം, ഈ കടലിൽ മഴ, വലിയ മഴ, അതേപോലെ തന്നെ ശീതക്കാറ്റ്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അതേപോലെ വലിയ ഐസ് കട്ടകൾ. 1912 ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല എന്ന് കരുതിയ കപ്പൽ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിപ്പോയി. വലിയൊരു ഐസ് കട്ടയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പിന്നെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഈ നിയന്ത്രണം തെറ്റി, എൻജിൻ തകരാറ് കൊണ്ട് നിയന്ത്രണം തെറ്റി ചില കപ്പലുകൾ മറ്റൊരു കപ്പലിന് നേരെ വരും, അങ്ങനെ ഇടിച്ച് അപകടമുണ്ടാവും. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇക്കഴിഞ്ഞ മെയ് 25 ഒരു ലൈബീരിയൻ കപ്പൽ MSC എൽസ 3 എന്ന് പറയുന്ന ഒരു ലൈബീരിയൻ കപ്പൽ നമ്മുടെ കേരള തീരത്ത് മുങ്ങിപ്പോയി. അതിനകത്ത് 653 കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരു 10-13 എണ്ണം കടലിൽ വീണിട്ട് അത് ഒഴുകി കേരള തീരത്തിൻ്റെ പല ഭാഗത്തും വന്ന് അടിഞ്ഞു. അപ്പം അപകടമുണ്ടായത് ആലപ്പുഴയുടെ ഒരു തീരത്താണ്. അവിടുന്ന് തിരുവനന്തപുരം കുളച്ചിലേക്ക് 100 കിലോമീറ്ററോളം ഉണ്ട്. അവിടം വരെ കണ്ടെയ്നറുകൾ എത്തി എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ മനുഷ്യന് ഹാനികരമായ, പരിസ്ഥിതിക്ക് ഹാനികരമായ രാസവസ്തുക്കളുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുന്നില്ല. അതേപോലെ ഇഷ്ടമുള്ളവർക്ക് മത്സ്യം കഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇതുപോലെ ഒരുപാട് കപ്പലുകൾ ഇതിനു മുൻപ് മുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരള തീരത്ത് തന്നെ ഇതിനു മുമ്പ് 2 കപ്പലുകൾ മുങ്ങിയതായി ചരിത്രമുണ്ട്. വർക്കലയുടെ തീരത്ത്, വർക്കല കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വർക്കലയുടെ തീരത്ത് ഒരു കപ്പൽ, ഒരു ഡച്ച് കപ്പൽ 1754 മുങ്ങി. അത് റോബർട്ട് എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ അത് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അതിന് ചിത്രങ്ങളൊക്കെ എടുത്തു എന്ന് പറയുന്നു. അതേപോലെ 1968 തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഒരു ഗ്രീക്ക് കപ്പൽ മുങ്ങി. അതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ കേരള സർവകലാശാലയുടെ അക്വാട്ടിക് വിഭാഗം പോവുകയും കാണുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ആ കപ്പലിൻ്റെ മൊത്തത്തിൽ തന്നെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്, നല്ല ആവാസ വ്യവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കപ്പൽ അപകടങ്ങളിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കപ്പലിൻ്റെ മുങ്ങൽ. 1912 ഏപ്രിൽ 11 അത് ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോവുകയായിരുന്നു. ഒരിക്കലും മുങ്ങുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കപ്പൽ. 2224 യാത്രക്കാർ അതിലുണ്ടായിരുന്നു. വളരെ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റം ആണ് ഈ കപ്പൽ. അങ്ങനെ യാത്ര തുടർന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് യാത്ര. നല്ല സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അപകടകാരികളായ ഒരുപാട് മഞ്ഞുകട്ടകൾ, വലിയ വലിയ മഞ്ഞുകട്ടകൾ, വലിയ വീടിൻ്റെ അത്രയുള്ള വലിയ മഞ്ഞുകട്ടകൾ ആ സമുദ്രത്തിലുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കപ്പൽ ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ്. അതിൻ്റെ ആദ്യ യാത്രയാണ്. അപ്പോൾ യാത്ര തുടങ്ങി 3-ാം ദിവസം, അതായത് 1912 ഏപ്രിൽ 14 അർദ്ധരാത്രി ഇത് വലിയൊരു മഞ്ഞുമലയിലിടിച്ചു. അകത്ത് വെള്ളം കയറി 2ആയിട്ട് പൊട്ടിപ്പിളർന്ന് അത് അറ്റ്ലാന്റിക്കിന് ആഴങ്ങളിലേക്ക് പോയി. ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ കണ്ട പലർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഒരു കപ്പൽ, അതായത് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഒരു കപ്പലുണ്ടായിരുന്നു, MV കൈരളി. അത് 1979 അപ്രത്യക്ഷമായി.
1967 ഇത് നോർവേയിൽ ഉണ്ടാക്കിയതാണ്. സാഗസോഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. അത് 1975 മറ്റൊരു കമ്പനിക്ക് വിറ്റു. എന്നാൽ 1976 കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇത് 5.81 കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു. അങ്ങനെ 1976 മുതൽ 79 വരെ ഇത് ചരക്കുമായി ലോകം ചുറ്റി. 1979 ജൂൺ 30 ഇത് മർമഗോവയിൽ നിന്നും 20,538 ടൺ ഇരുമ്പയിരുമായി ജർമ്മനിയിലേക്ക് പോവുകയായിരുന്നു. ക്യാപ്റ്റൻ മരിയാദാസ് ജോസഫ് കോട്ടയംകാരനാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് കത്തെഴുതിയതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ജൂലൈ 3 രാത്രി ഒരു 8 മണിവരെ ഇതിൽ നിന്നുള്ള സന്ദേശങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം യാതൊരു സന്ദേശവുമില്ല. മുൻ നിശ്ചയപ്രകാരം ജൂലൈ 8 അത് ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന് പറയുന്ന തുറമുഖത്തെ ഇന്ധനം നിറയ്ക്കാൻ എത്തേണ്ടതായിരുന്നു. അപ്പം അത് എത്തിയിട്ടില്ല. അപ്പം 3-ാം തീയതി സന്ദേശങ്ങളൊന്നും ഇല്ലാണ്ടായി. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല ഈ കപ്പൽ മിസ്സിംഗ് ആണെന്ന്. അങ്ങനെ ജൂലൈ 8 ഈ ജിബൂട്ടിയിലെ അധികൃതർ പറയുന്നു ഇത് കപ്പൽ വന്നിട്ടില്ല. അപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ആ കപ്പൽ മിസ്സിംഗ് ആണെന്ന്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും ദുരൂഹമാണ്. അതിനകത്ത് 51 യാത്രക്കാരുണ്ടായിരുന്നു. ആരും രക്ഷപ്പെട്ടതായിട്ട് ചരിത്രമില്ല. വലിയ കപ്പലായിരുന്നു, 61.5 അടി ഉയരം, അതേപോലെ തന്നെ 19,000-20,000 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയും അതിനുണ്ടായിരുന്നു. 51 യാത്രക്കാരും. അപ്പോൾ കാറും കോളും നിറഞ്ഞ കടലിലൂടെ അല്ലെ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇതിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പിന്നീട് അന്വേഷണ കമ്മീഷനുകൾ പറഞ്ഞത്. എന്തായാലും അതിനെക്കുറിച്ച് ഈ 51 ജീവനക്കാരെക്കുറിച്ച് യാതൊരു അറിവും ഇന്ന് വരെയില്ല. പിന്നീട് ഷിപ്പിംഗ് കോർപ്പറേഷന് ഇതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് 6 കോടിയിൽ പരം രൂപ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. MV കൈരളി എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കപ്പലുകൾ അയച്ചു, വിമാനങ്ങൾ അയച്ചു, ഒരുപാട് അന്വേഷണം നടത്തി. പക്ഷെ ഇന്ന് വരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അത് കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതാണോ അതോ മുങ്ങിപ്പോയതാണോ എന്നതിനെക്കുറിച്ചും യാതൊരു ഐഡിയയുമില്ല. ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചാണ് കൈരളി അപ്രത്യക്ഷമായിരിക്കുന്നത്. അപ്പോൾ ടൈറ്റാനിക് മുങ്ങിയിട്ട് 70 വർഷം കഴിഞ്ഞാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞത്, അത് ആഴങ്ങളിൽ കണ്ടെത്തിയത്, ചിത്രങ്ങളെടുത്തത്. അതേപോലെ കൈരളി അപ്രത്യക്ഷമായിട്ട് 46 വർഷമായി. എങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരിക്കും. ലോകത്ത് ഇതുപോലെ ധാരാളം കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഫിലിപ്പൈൻസിൻ്റെ ഒരു കപ്പൽ 1987 ഡോണാപാസ് എന്ന് പറയുന്ന ഒരു കപ്പൽ ഓയിൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ച് കത്തി മുങ്ങിപ്പോയി. അതിനകത്ത് ഏകദേശം 4,000 പേരുണ്ടായിരുന്നു. അതിൽ 21 പേർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 1994 എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു കപ്പൽ ബാൾട്ടിക് കടൽ വളരെ വേഗത്തിൽ മറികടക്കുകയായിരുന്നു. നല്ല കൊടുങ്കാറ്റും മഴയുണ്ടായിരുന്നു. ആ കാറിലും കോളിലും പെട്ട് കപ്പൽ ആടി ഉലഞ്ഞു. കുറേ വെള്ളം കയറി അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മുങ്ങി. 852 പേർ മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. UK-യുടെ 3 കപ്പലുകൾ 1980 MV ഡെർബിഷിറെ, 1912 RMS ടൈറ്റാനിക്, 1909 RMS റിപ്പബ്ലിക് എന്നിങ്ങനെയുള്ള കപ്പലുകൾ മുങ്ങി. ഇറ്റലിയുടെ 2 കപ്പലുകൾ 1956 ആൻഡ്രിയ ഡോറിയ ലൈനർ, 2012 കോസ്റ്റ കോൺകോഡിയ എന്നിങ്ങനെ 2 കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്. ഫിലിപ്പൈൻസിൻ്റെ MV പ്രിൻസസ് ഓഫ് ദ സ്റ്റാർസ് 2008-ലും USA-യുടെ SS എഡ്മണ്ട് ഫിറ്റ്സ്ജെറാൾഡ് 1975-ലും കാനഡയുടെ RMS എംപ്രസ് ഓഫ് ഐലൻഡ് 1914-ലും ഈജിപ്തിൻ്റെ MS അൽ സലാം ബൊക്കോഷിയോ 2006-ലും മുങ്ങിയിട്ടുണ്ട്. ഇത്തരം കപ്പൽ അപകടങ്ങൾ വലിയ നഷ്ടം തന്നെയാണ്. ആ കപ്പൽ, അതിലെ യാത്രക്കാർ, അതിലെ വസ്തുവകകൾ, ജീവനക്കാർ, ഇതൊക്കെ വലിയ നഷ്ടമാണ് ഓരോ രാജ്യത്തിനും ഉണ്ടാക്കുന്നത്. ഈ ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ച ഇക്കാലത്ത് ഇത്തരം അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക
അതിനുള്ള ശ്രമം നടത്തുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റുകളിടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലയേറിയതാണ്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.